മുത്തൂറ്റ് ഫിൻകോർ, മണപ്പുറം തുടങ്ങിയ കമ്പനീസ് ഒരുപാട് ലോണുകൾ മൈക്രോ ഫിനാൻസ് ആയിട്ടും NBFC ലോണുകളായിട്ടും കൊടുക്കുന്ന കമ്പനീസാണ്. പക്ഷേ ഇവരൊക്കെ ഫണ്ട് റേസ് ചെയ്തൊരു മെത്തഡോളജീസ് ഉണ്ട്. അതിനെയാണ് എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് എന്ന് പറയുക. അതായത് റിസ്ക് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡെറ്റ് ക്യാപിറ്റൽ ഇന്ത്യക്ക് വെളിയിലുള്ള പല കൺട്രീസിലും ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ചീപ്പും അവൈലബിളുമാണ്. അതായത് ഇന്ത്യക്ക് വെളിയിലുള്ള ഇപ്പോൾ US റിസ്ക് ക്യാപിറ്റൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു 6 to 8% ആണെന്ന് വിചാരിക്കുക. അതായത് 8% ലോൺ അവിടെ കിട്ടുന്നു, നമ്മളത് ഇന്ത്യയിലേക്ക് ലോണായിട്ട് കൊണ്ടുവരുന്നു, നമ്മളിവിടെ 18-20% ലോൺ തിരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ പല കൺട്രീസിലും പല ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഈ എവിടെ നിന്നൊക്കെ ഇത് ലീഗലായിട്ട് കിട്ടാം, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ തിരിച്ചു കൊടുക്കാം, ഇതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട, എസ്പെഷ്യൽ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട ഒരു ലീവറേജ് എന്ന് പറയുന്നത്. ഇതിന് എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ്സ് ആണെന്ന് പറയാം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. റെക്കഗ്നൈസ് ആയിട്ടുള്ള ലെൻഡറിൻ്റെ അടുത്ത് നിന്ന് മാത്രം RBIയുടെ പെർമിഷനോട് കൂടിയിട്ട് നമുക്ക് ഫണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ കൃത്യമായ നോംസിൽ കൃത്യമായ കംപ്ലയൻസിൽ ഇത് തിരിച്ചു കൊടുക്കുകയും വേണം. ഇത് സബ്ജക്ട് ടു ഇൻകം ടാക്സ് അപ്ലിക്കബിലിറ്റി. പക്ഷേ ഒരു 100 കോടി ഫണ്ട് നമ്മൾ 10% വെളിയിൽ നിന്നെടുത്ത് 20% ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എത്ര ലീവറേജ് കിട്ടും ഒന്ന് ചിന്തിച്ച് നോക്കും. ഇത് ഇവർക്ക് മാത്രമല്ല, സ്റ്റാർട്ടപ്പുകൾക്കും MSMEകൾക്കും ഈ ലീവറേജ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.